ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പേഴ്സ്. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതില് ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലേ? ഇല്ലേ? ആരാ ഹോൾ നമ്പേഴ്സ്? ഏത് നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്? പറഞ്ഞോളൂ. നമ്മളിത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. യെസ്, ഏത് നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഉള്ളത്? എവിടെ തൊട്ടാണ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വേഗം പറഞ്ഞോളൂ. ഹായ്, ഹലോ. യെസ്, ആദിദേവ് ആൻസർ ചെയ്തിട്ടുണ്ട്. യെസ്, ശ്രീനന്ദ ആൻസർ ചെയ്തിട്ടുണ്ട്. ദെൻ ഗൗരി ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ പുതിയ ഫോണിൽ നിന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പേരിടണേ. ജീവന്തിക റേ, അതും പുതിയ ആളാന്ന് തോന്നുന്നുണ്ട്. അനിക, എയ്തൻ, ശ്രീഹരി, ഇവ. ഓക്കെ, സോ ഞാൻ വീണ്ടും ജീവന്തിക, യെസ്, ആദിദേവ്, 0 എന്ന് തുടങ്ങുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഫസ്റ്റ് കുറച്ച് പേരുടെ പേര് വിളിച്ചു എന്നുള്ളൂ കേട്ടോ. ആവനി, റയാൻ, മിലൻ, യെസ്, എല്ലാവരും പറയുന്ന ആൻസർ വളരെ കറക്റ്റ് ആണ്. 0-യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 0-യിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അതാണ് നമ്മൾ ഹോൾ നമ്പേഴ്സിനെ പറ്റി പഠിച്ചത് അല്ലെ? ഹോൾ നമ്പേഴ്സിനെ പറ്റി പഠിച്ചതാണ്. ഓക്കെ, അദ്രിജ, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ എല്ലാവരുടെ പേരും ഒരുപോലെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഓക്കെ, ബദ്രിനാഥ്, ഓക്കെ. അപ്പൊ ഞാൻ ഇനിയൊക്കെ ഞാൻ ചിലപ്പോൾ എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണെന്ന് പറയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ പേര് വിളിച്ചില്ല മിസ് എന്നുള്ള സങ്കടം വരരുത്. സമയം കളയണ്ടെന്ന് വെച്ചിട്ടാട്ടോ പറയാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ഹോൾ നമ്പേഴ്സ് ആണ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഹോൾ നമ്പേഴ്സ് 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണെന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത്. 0-യിൽ നിന്ന് 0, 1, 2, 3, 4 അത് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ് അല്ലെ? അതാണ് നമ്മൾ ഹോൾ നമ്പേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതില് നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0 വരുമ്പോഴാണ് നമുക്ക് ഈ ഹോൾ നമ്പേഴ്സ് കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി നമുക്ക് ഹോൾ നമ്പേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കിയേ നിങ്ങള്, എല്ലാ natural numbers together with 0, all natural numbers together with 0 are called whole numbers. അതായത് 0യുടെ കൂടെയുള്ള എല്ലാ സ്വാഭാവിക സംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളെയും ഉൾപ്പെടുത്തുന്ന സംഖ്യകളെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ കാര്യം നമുക്ക് അറിയണതല്ല. ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനിയിപ്പോ ഓരോ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിന്റെ കാറ്റഗറീസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വേഗം ഒന്ന് വായിച്ച് അങ്ങോട്ട് വിടുള്ളൂ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് പുതിയ എന്തെങ്കിലും കാര്യത്തിലാണ് നിങ്ങളുടെ സംശയമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ് ഇല്ലാതിരുന്ന ആൾക്കാര് എന്ത് ചെയ്യണം? ക്ലാസ്സിന്റെ വീഡിയോസ് കാണണം. കാരണം നമ്മളിത് നമ്പേഴ്സ് ആൻഡ് ന്യൂമറിക് സിസ്റ്റം തുടങ്ങിയപ്പോൾ ഒരു 3-4 ക്ലാസ്സുകളിൽ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ വീണ്ടും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർക്കൊക്കെ ബോറടിക്കും. അതുകൊണ്ടാണ് ഇല്ലാതിരുന്നവര് വീഡിയോസ് കാണാം. ഓക്കെ, സോ റയാൻ, എനിക്ക് പേര് കിട്ടി. ഞാൻ വിളിച്ചില്ലേ റയാനെ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ നോട്ട്സിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് കാണാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഞാൻ മിസ്സായാലും ആരും വിഷമിക്കണ്ട, നമുക്ക് തിരിച്ചു വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. all natural numbers together with 0, natural numbers-ഉം 0-യും കൂടി ഒരുമിച്ച് ചേരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. whole numbers do not include any negative numbers, fractional or decimal components. അഖണ്ഡ സംഖ്യകളില് നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടാവില്ല, പിന്നെ എന്താണ്, ഭിന്ന സംഖ്യകൾ ഉണ്ടാവില്ല, ദശാംശങ്ങളും ഉണ്ടാവില്ല. പോയിന്റ് വരുന്ന സംഖ്യകളോ ഫ്രാക്ഷൻ നമ്പേഴ്സോ നെഗറ്റീവ് നമ്പേഴ്സോ ഒന്നും ഹോൾ നമ്പേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നില്ല. അതായത് -1, -2 അല്ലെങ്കിൽ 2.5 ഇതൊന്നും ഹോൾ നമ്പേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന സംഖ്യകളല്ല.
ഇനി ഈ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഉൾപ്പെടുന്ന സംഖ്യകളെ എന്താ പറയാ? വേഗം പറഞ്ഞേ. ഓക്കെ, ലക്ഷ്മി, ഗായത്രി ഇപ്പൊ വന്നേ ഉള്ളോ? ഞാൻ നേരത്തെ പേര് കണ്ടില്ലല്ലോ. ഓക്കെ ലക്ഷ്മി, ഞാൻ പേര് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ വേഗം പറഞ്ഞോളൂ. നെഗറ്റീവ് സംഖ്യകളും കൂടി ഉൾപ്പെടുന്ന ആ ഒരു കാറ്റഗറിന് നമ്മൾ എന്താ പഠിച്ചേക്കണത്? ഓക്കെ, സോ അദ്രിജ, ജ്വൽമരിയ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. 60 പേരായിട്ടുണ്ട്. പക്ഷെ നോക്കിയേ, നമ്മുടെ ലൈക്സ് 8 ആയിട്ടുള്ളൂ. അപ്പൊ വരുമ്പോ നേരെ 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 നമ്മുടെ ലൈക്കും കൂടി ചെയ്തൂടെ? ഓക്കെ, ശ്രീ പാർവതി പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആവണി, ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ ആരും പറയുന്നില്ലല്ലോ. നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന, റൈറ്റ്. ആരാ പറഞ്ഞേക്കണേ? ആവണി പറഞ്ഞിട്ടുണ്ട് ഇന്റിജർ, റൈറ്റ്. ജ്വല് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യ എന്താണ് റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞത്? റിയൽ നമ്പർ അല്ല കേട്ടോ, അത് ഇന്റിജേഴ്സ് ആണ്, ഇന്റിജേഴ്സ്. ആ ഓക്കെ, അനുശ്രീ, ഓക്കെ, ഇന്റിജർ, കറക്റ്റ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ അത്? ഓക്കെ, കൃഷ്ണേന്ദു, അലൻ, അപ്പൊ കുറെ പേരൊക്കെ 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും. ഇന്റിജേഴ്സ്, കറക്റ്റ്. ഇന്റിജേഴ്സ് ആണ് എന്ത്? നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സീറോയും കൂടെ ഒരുമിച്ച് പറയുന്ന കാറ്റഗറിയാണ് ഇന്റിജേഴ്സ്. ഇനി ഞാനൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കറക്റ്റ് ആണ് കേട്ടോ, എല്ലാവരും പറയുന്ന ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നതാണ് ഞാൻ പേര് വിളിക്കാത്തത്. ഇനി ഇതിന്റെ കൂടെ ഈ ഡെസിമൽസും കൂടെ വന്നാൽ, ദശാംശങ്ങൾ അതും കൂടി വന്നു കഴിഞ്ഞാല് എന്താ അതിന്റെ കാറ്റഗറി? നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും അതിന്റെ കൂടെ ഫ്രാക്ഷനും പിന്നെന്താ ദശാംശങ്ങളും എല്ലാം കൂടെ വരുന്ന ആ കാറ്റഗറിനെ പറയുന്ന പേരെന്താണ്? ഡെസിമൽസ്, ഫ്രാക്ഷൻ, സീറോ, ദെൻ നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം അതും കൂടി ഉൾപ്പെടുവരുന്ന ദാറ്റ് ബിഗ് കാറ്റഗറി ഓഫ് നമ്പേഴ്സിന്റെ പേരെന്താണ്? എന്താണ് പേര്? വേഗം പറഞ്ഞോളൂ. ആ ബിഗ് കാറ്റഗറി ഓഫ് നമ്പേഴ്സിന്റെ പേരാണോ ശ്രീനന്ദ ഇട്ടിട്ടുള്ളത്? അതെങ്ങനെയാ നാച്ചുറൽ നമ്പേഴ്സ് ആവുന്നത്? ആദ്യത്തെ കറക്റ്റ് ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ദെൻ ലിജി എന്ന് പറയുന്ന ആളുടെ പേര് അഭിരാമി എന്നാണോ? അഭിരാമി കറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. റിയൽ നമ്പേഴ്സ്, യെസ് ശ്രീനന്ദ, റിയൽ നമ്പേഴ്സ് ആണത്. യെസ് ജ്വൽ, റൈറ്റ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ല കേട്ടോ. അതെങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് ആവുന്നത്? ഏറ്റവും സ്മോളസ്റ്റ് കാറ്റഗറി ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എണ്ണൽ സംഖ്യകളുടെ ഏറ്റവും ചെറിയ കാറ്റഗറി ഓഫ് നമ്പേഴ്സ് ആണ്, ഏറ്റവും താഴെയുള്ള കാറ്റഗറിയാണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ കൂടെ സീറോയും കൂടി വന്നാൽ ഹോൾ നമ്പേഴ്സ് ആയി. ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി കൺസിഡർ ചെയ്താൽ ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സിന്റെ കൂടെ ഫ്രാക്ഷണൽ നമ്പേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദെൻ റേഷണൽ നമ്പേഴ്സ്, ഭിന്നകങ്ങൾ. പിന്നെന്താണ്? ഈ ഡെസിമൽസ്, അത് പോയിന്റ് വരുന്ന സംഖ്യകളും കൂടി വന്നാൽ അത് റിയൽ നമ്പർ ആണ്. മനസ്സിലായോ? ഏറ്റവും വലിയ കാറ്റഗറി ഓഫ് നമ്പേഴ്സ് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കാറ്റഗറി ഓഫ് നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ റിയൽ നമ്പർ ആണ് നമുക്ക് ഇതെല്ലാം കൂടെ വരുന്നത്. അപ്പൊ ഇത് ഇവിടെ വരുന്ന ഒരു കാര്യമല്ല, എന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. യെസ്, അതിദേവ്, ഷാഖാൻ, ഇവ, റയാൻ. ഓക്കെ, സോ സിജിമോൾ എന്ന് പറയുന്ന ആളുടെ പേരെന്തായിരുന്നു? റൈറ്റ്. അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? റിയൽ നമ്പർ ആണ് ആൻസർ. യെസ്. അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിൽ ഏതൊക്കെ വരും എന്ന് പറഞ്ഞു, ഹോൾ നമ്പേഴ്സിൽ ഏതൊക്കെ വരില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അത്രേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തതിലേക്ക് പോവാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ? നോക്കിയേ, addition as well as multiplication of two whole numbers must be a whole number, but same is not true while having the operation like subtraction and division on whole number.
എന്താ പറയണേ? രണ്ട് അഖണ്ഡ സംഖ്യകൾ തമ്മിൽ കൂട്ടിച്ചേർത്താലും അല്ലെങ്കിൽ ആഡ് ചെയ്താലും ഗുണിച്ചാലും അതിന് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു അഖണ്ഡ സംഖ്യ തന്നെ ആയിരിക്കും, ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. പക്ഷേ കുറച്ചാലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലോ കിട്ടുന്ന ഉത്തരം ഒരു ഹോൾ നമ്പർ ആകണമെന്നില്ല. അതിന്റെ ഒരു ഐഡിയ മനസ്സിലായോ നിങ്ങൾക്ക്? അതിന്റെ ഒരു ഐഡിയ മനസ്സിലായോ? നമുക്ക് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ ചെയ്യുന്നത് യെസ് യെസ്. കുറെ പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്, യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അപ്പൊ ഒന്ന് നോക്കിയേ, ഞാൻ രണ്ട് അഖണ്ഡ സംഖ്യകളെ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടാൻ പോവാണ്. അപ്പൊ കൂട്ടുമ്പോ 2 plus 3 equals to 5 അല്ലേ? 2 plus 3 equals to 5 ആണ് എനിക്ക് കിട്ടിയത്. 2 ഒരു ഹോൾ നമ്പർ അല്ലേ? 3 ഒരു ഹോൾ നമ്പർ അല്ലേ? ഉത്തരമായിട്ട് നമുക്ക് കിട്ടിയ ആ 5 എന്ന് പറയുന്നതും ഒരു ഹോൾ നമ്പർ അല്ലേ? മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത്, ആഡ് ചെയ്താൽ രണ്ട് ഹോൾ നമ്പേഴ്സിനെ അഖണ്ഡ സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും ഒരു അഖണ്ഡ സംഖ്യ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആ വരി അല്ലെങ്കിൽ ഫസ്റ്റത്തെ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഗുണിച്ചു നോക്കാം. ഓക്കെ, ഗുണിച്ചു നോക്കി നോക്കിയേ. വീണ്ടും ഈ ഉദാഹരണം തന്നെ എടുക്കുക. 2 ഒരു ഹോൾ നമ്പർ ആണ്. മൾട്ടിപ്ലൈ ചെയ്യണം 3, ഉത്തരം എത്ര വന്ന്? 6. ഒരു അഖണ്ഡ സംഖ്യ അല്ലേ? എന്താണ് പറഞ്ഞത്? രണ്ട് ഹോൾ നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും ഒരു ഹോൾ നമ്പർ ആണ്. 2 ഒരു ഹോൾ നമ്പർ ആണ്, 3 ഒരു ഹോൾ നമ്പർ ആണ്. കൂട്ടിയപ്പോ എനിക്ക് കിട്ടിയ ഉത്തരം 5 ആണ്. 5ഉം ഒരു ഹോൾ നമ്പർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഗുണിച്ചു നോക്കാം. 2 times 3, 2 ഗുണിക്കണം 3. 2 ഒരു ഹോൾ നമ്പർ ആണ്, 3 is again a whole number. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 6 ആണ്. 6ഉം ഒരു ഹോൾ നമ്പർ ആണ്. മനസ്സിലായോ? രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താലും രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ തന്നെയാണ്. ഇനി നമുക്കൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം അല്ലെ? ഈ രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ തന്നെ നമുക്കൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ? നോക്കി നോക്കിയേ. 2 മൈനസ് 3 എത്രയാ? 2 minus 3 എത്രയാണ്? 2 minus 3 എത്രയാണ്? 2 minus 3 എത്രയാണ്? ഓക്കെ, ലക്ഷ്മി പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യെസ് മിലൻ, ഞാൻ പേര് വിളിക്കാത്തവരാണോ വീണ്ടും പേര് പറയുന്നത്? സോറി. വേഗം ഉത്തരം പറഞ്ഞേ. 2 minus 3 എത്രയാന്നുള്ള ഉത്തരം പറഞ്ഞോളൂ. 2 minus 3. അപ്പൊ 3 minus 2 എത്രയാ? 2 minus 3 എന്നുള്ള ഉത്തരം എല്ലാവരും 1 എന്നാണ് പറയുന്നത്. എല്ലാവർക്കും 1 ആണോ 2 minus 3? അതെന്താ എല്ലാവർക്കും 2 minus 3 1 ആയി പോയത്? ഏതൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ദെൻ നീലാഞ്ജന എന്ന് പറയുന്ന നെയിമുള്ള പുതിയ ആളാന്ന് തോന്നുന്നു, കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. ആദിദേവ്, റയാൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. കൃഷ്ണേന്ദു ഒക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ഈ ബാക്കിയുള്ളവർക്കൊക്കെ 2 minus 3 1 ആയത്? യെസ്, ശിവാംഗി എന്നാണ് അല്ലെ പേര്. ഓക്കെ, ശിവാംഗി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ശ്രീഹരി കറക്റ്റ് ആണ്. ദെൻ സ്മൈലിംഗ് ഫൗണ്ടൈൻ പെൻ ആരായിരുന്നു? ഏഞ്ചല മെറിയ. ഓക്കെ, ഏഞ്ചല മെറിയ പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വീണ്ടും ചോദിക്കും. അപ്പൊ ഗൗരി, ഗായത്രി ഒക്കെ കുറെ പേരൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. -1. അതെങ്ങനെയാ ഇത്ര അധികം ആൾക്കാർക്ക് ഒരുമിച്ച് 1 എന്ന് ഉത്തരം കിട്ടിയത്? എങ്ങനെ നിങ്ങൾക്ക് 1 എന്ന് ഉത്തരം കിട്ടിയത്? 3ൽ നിന്ന് 2 കുറച്ചാല് 1 ആണ് ഉത്തരം കിട്ടുക. 2ൽ നിന്ന് 3 കുറച്ചാൽ -1 അല്ലേ ഉത്തരം കിട്ടേണ്ടത്? കാരണം എന്താ? 2 ഒരു ചെറിയ സംഖ്യയും
3 ഒരു വലിയ സംഖ്യയല്ലേ. സബ്സ്ട്രാക്ഷന് ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ 2ൽ നിന്ന് 3 കുറച്ചിട്ടാ അതിന് ഇപ്പുറത്തേക്ക് ഇട്ട് ചെയ്ത് നോക്കിയിട്ട് 1 എഴുതി വെച്ചാൽ ആൻസർ തെറ്റി. മനസ്സിലായോ? നമ്മുടെ ഓർഡർ സബ്സ്ട്രാക്ഷന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓർഡർ കിടക്കുന്ന നമ്പറുകളെ നമുക്ക് ഇഷ്ടം പോലെ മാറ്റാൻ പറ്റില്ല. എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യണം. അപ്പോ 8 മൈനസ് 10 എത്രയായിരിക്കും? 8 മൈനസ് 10 എത്രയായിരിക്കും? ഇപ്പൊ എല്ലാവരും നെഗറ്റീവ് ആണെന്ന് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. വെരി ഗുഡ്. അപ്പോ 8 മൈനസ് 10 എത്രയാ? 8 മൈനസ് 10. വേഗം പറഞ്ഞോളൂ. അപ്പൊ ആരും തെറ്റിക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മുഴുവൻ ആൻസറും തെറ്റി. മനസ്സിലായോ? നെഗറ്റീവ് ഒന്ന് ചേഞ്ച് ചെയ്താൽ ആൻസർ ഒക്കെ തെറ്റി. യെസ് ജുവൽ. -2 ഇപ്പോഴും ആരൊക്കെയോ 2 ഇടുന്നുണ്ട്. -2 ആണ് ആൻസർ. കറക്റ്റ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. -2 ആണ് ആൻസർ. ഇനി ഞാൻ ചോദിക്കട്ടെ, 2 ഒരു ഹോൾ നമ്പർ ആണ് അല്ലെ? 2 ഒരു ഹോൾ നമ്പർ ആണ്. 3യും ഒരു ഹോൾ നമ്പർ ആണ്. പക്ഷെ ഞാൻ അത് രണ്ടും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. അതൊരു ഹോൾ നമ്പർ ആണോ? ആണോ? എനിക്ക് കിട്ടിയ ഉത്തരം ഒരു ഹോൾ നമ്പർ ആണോ? അല്ല. മനസ്സിലായോ? അതാണ് നമ്മൾ പറയുന്നത്. ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് ഒരു ഹോൾ നമ്പർ തന്നെ കിട്ടും. പക്ഷേ സബ്സ്ട്രാക്ട് ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഒരു ഹോൾ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. ക്ലിയർ ആയോ? അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിന്റെ എങ്ങനെയാ നമുക്കിപ്പോ കാണിക്കാൻ പറ്റുക? നോക്കിയേ. ഡിവൈഡ് ചെയ്യുമ്പോൾ ആകെ വരുന്ന ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ 0 വന്നാലാണ് നമുക്ക് ഈ ഒരു റൂള് നമ്മുടെ ഹോൾ നമ്പേഴ്സിന് പറ്റാതെ പോകുന്നത്. കാരണം 2 ഒരു എന്താണ്? ഹോൾ നമ്പർ ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 0ലേക്ക് പോകണമെന്നില്ല. 2 ഡിവൈഡഡ് ബൈ 3 നമുക്ക് ഫ്രാക്ഷൻ വരും അല്ലെ? അല്ലെങ്കിൽ നോക്കുക, 5 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 2.5. മനസ്സിലായോ? 2.5 അല്ലേ? 5 ഡിവൈഡഡ് ബൈ 2. 5 ഒരു ഹോൾ നമ്പർ ആണ്, 2 ഒരു ഹോൾ നമ്പർ ആണ്. പക്ഷെ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയണതോ ഡെസിമൽ ആണ് അല്ലേ? അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണ്. അപ്പോ ആ ഒരു കണ്ടീഷനും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതെ, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. അല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ 2 ഹോൾ നമ്പേഴ്സിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടും ഒരു ഹോൾ നമ്പർ ആയിരുന്നു. 2 ഹോൾ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണ് കിട്ടുന്നത്. ഇനി 2 ഹോൾ നമ്പേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾ 5ഉം 2ഉം കൂടെ സബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 3 ആണ്. അതൊരു ഹോൾ നമ്പർ ആണ്. പക്ഷേ ഹോൾ നമ്പർ അല്ലാത്ത ഒരു സാഹചര്യങ്ങൾ കൂടി വരുന്നത് കൊണ്ടാണ് ജനറൽ ആയിട്ട് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഹോൾ നമ്പേഴ്സ് എന്ത് ചെയ്യില്ല, സബ്സ്ട്രാക്ട് ചെയ്താൽ ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ആയിരിക്കണമെന്നില്ല. ആകാം, ആകാതിരിക്കാം. പക്ഷെ ആയിരിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ ആ കാറ്റഗറിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാണ്. ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും മാത്രമേ നമുക്ക് വീണ്ടും ഉത്തരമായിട്ട് ഹോൾ നമ്പേഴ്സ് തന്നെ കിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ്. അപ്പൊ നമുക്ക് ഡിവിഷൻ നോക്കിയേ. 2 ഹോൾ നമ്പർ, 5ഉം ഒരു ഹോൾ നമ്പർ ആണ്, 2 ഒരു ഹോൾ നമ്പർ ആണ്. ഞാൻ ഡിവൈഡ് ചെയ്തു. എത്ര ഉത്തരം കിട്ടിയത്? 2.5. അതൊരു ഹോൾ നമ്പർ ആണോ? അല്ല. അതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഉത്തരം ഒരു ഹോൾ നമ്പർ ആകണമെന്നില്ല. ആകാം, ആകാതിരിക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ അവിടെ ഉള്ളൂ. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇപ്പോ പുതിയതായിട്ട് പഠിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ പറഞ്ഞൊരു കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ അതാ താഴെ കുറെ ഹോൾ നമ്പേഴ്സിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 5, 10, 27, 100. നിങ്ങൾക്ക് അറിയാം
അല്ലെ? ആർക്ക് ക്ലിയർ ആവാത്തത്? ക്ലിയർ ആണെങ്കിൽ വേഗം തംസ് ഒക്കെ ഇട്ടേ നോക്കട്ടെ. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേഗം ഇട്ടോളൂ, വേഗം തംസ് ഒക്കെ ഇട്ടോളൂ. ആ തംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും ഇനി ക്ലിയർ ആവാത്തതുണ്ടോ? എന്താണ് OM എന്ന് പറയുന്നത്? നീ മനസ്സിലാവുന്നില്ലല്ലോ. ഇത്രയും ഒരു തംസ് ഒക്കെ വരുന്നുള്ളൂ. ഇത്രയധികം പേരുണ്ടായിട്ട് 74 പേരുടെ തംസ് ഒന്നും എനിക്ക് കാണാനില്ലല്ലോ. നിങ്ങൾ മെസ്സേജ് ഇടാണ്ട് ഇങ്ങനെ ഇമോജീസ് ഇടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് മനസ്സിലാവും. ആ ഓക്കെ. സെയിം കളർ ഡ്രസ് ആന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹോൾ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഹോൾ നമ്പേഴ്സ് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ടോപ്പിക് ആണ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻ. ആക്ച്വലി ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ വരുന്നത് അല്ലെ, ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പർ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അടിപൊളി അടിപൊളി കേട്ടോ. ഇതുപോലൊരു ആവേശം വരട്ടെ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ അതാ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്, ഇതാണ് ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്. നമുക്കിവിടെ കുറച്ച് ലോകൾ പഠിക്കാനുണ്ട്, നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് ഹോൾ നമ്പേഴ്സിന് മാത്രം വരുന്നതല്ല, ഒരുപാട് ഇങ്ങനത്തെ ഓപ്പറേഷൻസിനും ഇന്റിജേഴ്സിനും റേഷൻ നമ്പേഴ്സിനും അങ്ങനെ ഒക്കെ വരുന്ന കുറച്ച് നിയമങ്ങളാണിത്. നിങ്ങൾക്ക് അധികം ഫെമിലിയർ ആയിരിക്കണമെന്നില്ല ഈ നിയമങ്ങൾ. കാരണം നമ്മൾ മാത്സ് ആണല്ലേ പഠിക്കുന്നത്. മാത്സിൽ പൊതുവെ തിയറിയുടെ ഭാഗത്തിലേക്ക് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല അല്ലെ. പൊതുവെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇത് മാത്രമേ പഠിക്കുള്ളൂ, എന്ത് പ്രോബ്ലം ചെയ്യാൻ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. തിയറിയുടെ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ഡെഫിനിഷൻസിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ അധികം കടക്കാറില്ല മാത്സിൽ. അപ്പൊ പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തിയറി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ പ്രോബ്ലം മാത്രം ചെയ്ത് പഠിച്ചു പോയാൽ വേറൊരു ഭാഗത്തു നിന്ന് ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ പെട്ടുപോകും അല്ലേ. അങ്ങനെ പെടാതിരിക്കണമെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ തിയറീസിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ് നമുക്കിപ്പോ എന്താ പഠിക്കാനുള്ളത്? ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. മലയാളം മീഡിയംകാര് ആരും പേടിക്കണ്ട, ഞാൻ ഇത് കഴിഞ്ഞിട്ട് മലയാളത്തിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആരും പേടിക്കണ്ട. ആർക്കാ ക്ലിയർ ആയില്ല എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ പറയാൻ പോകുന്നത്, ക്ലോഷർ ലോയില്. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. 2 or 3 ക്ലാസ് കൊണ്ട് ഇത് തീരും. അപ്പൊ നമുക്കിത് വേഗം തീർത്തിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നോക്കിയേ, ക്ലോഷർ ലോ. ക്ലോഷർ ലോ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും, രണ്ട് ഹോൾ നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരവും എന്തായിരിക്കും? റിസൾട്ട് ഈസ് ഓൾസോ എ ഹോൾ നമ്പർ. However, this property does not hold true for subtraction and division of whole numbers. നമുക്ക് രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഒരു ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ആ ഹോൾ നമ്പർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഫോർ അഡിഷൻ ആണ്. മനസ്സിലായി? ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായിരുന്നു? രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കിട്ടിയ ഉത്തരം ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. എപ്പോഴും ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോ അതെന്ന് പറയുന്നത് ക്ലോഷർ ലോ എന്ത് ചെയ്യുന്നുണ്ട്? എഗ്രി ചെയ്യുന്നതാണ് ഹോൾ നമ്പേഴ്സിന്റെ അഡീഷൻ. മലയാളത്തിലും കൂടി കൊടുത്തിട്ടുണ്ട്. അടച്ചത്ത ഗുണം എന്നാണ് എനിക്ക് നോക്കിയപ്പോ കിട്ടിയ വേർഡ്. പക്ഷെ നിങ്ങൾ ആ വേർഡിനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കണ്ട. ക്ലോഷർ ലോ തന്നെ പഠിച്ചാൽ മതി. മലയാളം മീഡിയംകാരാണെങ്കിലും ക്ലോഷർ ലോ എന്ന് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. കാരണം നിങ്ങൾക്ക് ചിലപ്പോ വേറെ വേർഡ് ആയിരിക്കും വരുന്നത്. കുറെ മലയാളത്തിലാവുമ്പോൾ കുറച്ച് ഇങ്ങനെ വേർഡ്സിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആവില്ല എക്സാം പേപ്പറിൽ വരിക. അതുകൊണ്ട് ക്ലോഷർ ലോ എന്ന് തന്നെ പഠിച്ചാൽ മതി. ആ വേർഡ് എന്തായാലും മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത് സെപ്പറേറ്റ്ലി കൊടുക്കും. അപ്പൊ ക്ലോഷർ ലോയിൽ പറയുന്നത് എന്താണ്? രണ്ട് അഖണ്ഡ സംഖ്യകൾക്കിടയിൽ
ചേർക്കൽ അതായത് അഡീഷനോ ഗുണനമോ നടത്തിയാൽ ഫലവും ഒരു അഖണ്ഡ സംഖ്യ ആയിരിക്കും. എന്നാൽ കുറച്ചാലോ വിഭജനം ചെയ്താലോ കിട്ടുന്ന ഉത്തരം അഖണ്ഡ സംഖ്യ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരു ലോ ഒക്കെ പറയുമ്പോ അത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ആ ലോ നമുക്ക് അംഗീകരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലാതെ കുറച്ച് സംഭവത്തിൽ ചിലപ്പോ ഹോൾ നമ്പർ ആയിരിക്കാം, 2 നമ്പർ സബ്സ്ട്രാക്ട് ചെയ്താൽ ചിലപ്പോ ഹോൾ നമ്പർ കിട്ടുമായിരിക്കാം, ചിലപ്പോ ഹോൾ നമ്പർ കിട്ടില്ലായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ലോ നമ്മൾ അംഗീകരിച്ചു അല്ലെങ്കിൽ എഗ്രി ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ക്ലോഷർ ലോ എവിടെയൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ചിലപ്പോൾ ചോദ്യം വരും, ക്ലോഷർ ലോ എവിടെയാണ് അപ്ലിക്കബിൾ ആകുന്നത്? അപ്പൊ എന്താണ് ഉത്തരം? ഹോൾ നമ്പേഴ്സിന്റെ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രമാണ് ക്ലോഷർ ലോ എഗ്രി ചെയ്യുന്നത്. സബ്സ്ട്രാക്ഷനിലും ഡിവിഷനിലും ക്ലോഷർ ലോ ഓഫ് ഹോൾ നമ്പേഴ്സ് എഗ്രി ചെയ്യുന്നില്ല. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ ക്ലോഷർ ലോ? അപ്പൊ അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്? 2 + 3 5 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 6 12. രണ്ടും നമുക്ക് കിട്ടിയത് എന്താണ്? ഹോൾ നമ്പർ തന്നെയാണ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, 2 - 3 -1 ആണ്, ഹോൾ നമ്പർ അല്ല. ഡിവൈഡ് ചെയ്യുമ്പോഴോ 5 / 2 2.5, അതും ഒരു ഹോൾ നമ്പർ അല്ല. മനസ്സിലായല്ലോ? കുറച്ച് പേര് ലേറ്റ് ആയി എന്നൊക്കെ പറയണ്ടല്ലോ. ആരൊക്കെയോ ലേറ്റ് ആയി വന്നവർക്ക് മിസ്സായ ഭാഗം നിങ്ങൾ നോക്കണം കേട്ടോ, വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കണേ. ഓക്കെ, വേറെ യാതൊരു തരത്തിലുള്ള മെസ്സേജും വേണ്ട. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കലും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ ചാറ്റ് ബോക്സിൽ. അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രേ പറഞ്ഞുള്ളൂ. ക്ലോഷർ ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താന്ന് വെച്ചാൽ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രമാണ് ക്ലോഷർ ലോ ഹോൾഡ് ചെയ്യുന്നത്. സബ്സ്ട്രാക്ഷനിലും ഡിവിഷനിലും ക്ലോഷർ ലോ ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം ചില സാഹചര്യങ്ങളിൽ 2 നമ്പേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ കിട്ടുന്ന ഉത്തരം ഹോൾ നമ്പർ ആകണമെന്നില്ല. ക്ലിയർ ആണോ? ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലോഷർ ലോ ക്ലിയർ ആണോ? നമ്മുടെ ഫസ്റ്റത്തെ ഓപ്പറേഷൻ ആണ് കേട്ടോ, നമ്മുടെ ഹോൾ നമ്പേഴ്സിന്റെ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ഓപ്പറേഷൻ. ഇനി എന്താ ക്ലിയർ ആവാത്തത്? എന്താ ക്ലിയർ ആവാത്തെ? ആർക്കാ ക്ലിയർ ആവാത്തെ? ക്ലിയർ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് വേഗം തംസ് ഇട്ടെ, വേഗട്ടെ. നമുക്ക് അടുത്തതൊക്കെ പഠിക്കാനുണ്ട്, വേഗട്ടോ. എന്താ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരാൾക്ക് നോ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു? ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നത് 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്കൊരു ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. 2 ഹോൾ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ 2 ഹോൾ നമ്പറുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താലോ അല്ലെങ്കിൽ 2 ഹോൾ നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താലോ ഉത്തരം ഒരു ഹോൾ നമ്പർ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലോഷർ ലോ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സിന്റെ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലോഷർ ലോ ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ ഹോൾ നമ്പർ അഡിഷൻ ആൻഡ് ഹോൾ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ഓൺലി. ഈ ക്ലോഷർ ലോ എഗ്രി ചെയ്യുന്നത് ഹോൾ നമ്പേഴ്സിന്റെ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രം ആണ്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. ഓക്കെ അല്ലേ? വെരി ഗുഡ്. അപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേ. 88 വ്യൂസ് ഉണ്ട് നമുക്ക്. പക്ഷെ ആ വീഡിയോസിന്റെ ലൈക്ക് നോക്കിയേ, 23 ഒക്കെ ആയിട്ടുള്ളൂ. വേഗം ഒന്ന് വീഡിയോയും കൂടി ലൈക്ക് ചെയ്തോളൂ, മറക്കാതെ. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും നവോദയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയണ്ട. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ നിന്നിരുന്ന് പഠിക്കുന്നത്. അപ്പൊ വേഗം ക്ലാസ്സിൽ നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീണ്ടും പറയാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട. ഓക്കെ, അടുത്ത ലോയിലേക്ക് പോവാം. നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാൻ എല്ലാവരും സെറ്റ് അല്ലേ? ഇപ്പൊ മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഓക്കെ ഇല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ലോയിലേക്ക് പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലോഷർ ലോ എന്ന് പറയുന്നത്. അടച്ചത്വ നിയമം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, നൗ കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇതിന് മലയാളത്തിലും ഞാൻ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് തന്നെയാണ് കേട്ടോ കണ്ടത്. ഓക്കെ, ഇനി എന്താ ക്ലിയർ ആവാത്തത്?
ഇനി എന്താ ക്ലിയർ ആവാത്ത? ഇനി ആർക്ക് ക്ലിയർ ആവാത്തേ? ഇത്രയും സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിലല്ലേ പറഞ്ഞത് ഞാന്. അപ്പൊ നിങ്ങൾ ഇനി ആയിട്ടില്ലാത്തുള്ളവര് എന്ത് ചെയ്യണം? വീഡിയോ ഒന്നും കൂടെ ഇരുന്ന് കാണുക കേട്ടോ. കാരണം ഒരാൾക്കൊക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ 88, 89 പേരില്ലേ? അപ്പൊ നമ്മൾ അധികം സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം അടുത്ത ടോപ്പിക്കിലേക്ക് പോണത്. ഓക്കെ. ലൈക്സ് ഒക്കെ 30 ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും പോരാ കേട്ടോ. ഇത്രയും പോരാ ലൈക്സ് ഒക്കെ. അതൊന്ന് ലൈക്ക് ചെയ്തൂടെ നമ്മുടെ ലൈവ്? എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടാവണ്ടെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ. ഓക്കെ. ലക്ഷ്യൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കുറെ പേരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ മെറിയ എന്നല്ലേ പേര് പറഞ്ഞത്? സിജിമോൾ. റൈറ്റ്. അപ്പൊ നമ്മുടെ അടുത്ത നിയമം കമ്മ്യൂട്ടേറ്റീവ് ലോ. നിങ്ങൾ അധികം കേൾക്കാത്തൊരു വാക്കാണ് അല്ലെ? കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇതിന്റെ മലയാളം കമ്മ്യൂട്ടേറ്റീവ് നിയമം തന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ എന്തില് മാത്രല്ല ഹോൾ നമ്പേഴ്സിൽ മാത്രം വരുന്ന ലോകളല്ല ഇത് ജനറൽ ആയിട്ടുള്ള ലോസ് ആണ്. അപ്പൊ ആ ജനറൽ ആയിട്ടുള്ള ലോസിൽ ഏതൊക്കെയാണ് ഹോൾ നമ്പേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. യെസ്, ഏഞ്ചല മെരിയ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ ഒരു കമ്മ്യൂട്ടേറ്റീവ് ലോ ഒക്കെ ഇവിടെ പഠിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത കൊല്ലം സ്കൂളിലും നിങ്ങൾ ചിലപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒക്കെ പഠിക്കും. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഹോൾ നമ്പേഴ്സിന് വേറെ കമ്മ്യൂട്ടേറ്റീവ് ലോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇന്റിജർ പഠിക്കുമ്പോൾ വേറെ കമ്മ്യൂട്ടേറ്റീവ് ലോ, അങ്ങനെയല്ല. എല്ലാത്തിന്റെയും ഈ ലോസ് ഒക്കെ പറയുന്നത് കോമൺ ആണ്. ഓക്കെ. അപ്പോ അത് നിങ്ങൾ ഇപ്പൊ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ കണ്ടാലും ഇത് തന്നെയാണ് എല്ലാ ഭാഗത്തും കമ്മ്യൂട്ടേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് നിയമം. ഓക്കെ. അപ്പൊ 2 പേരോളം ഞാൻ കണ്ടു ട്ടോ. മനസ്സിലായില്ല എന്ന് പറഞ്ഞത് 2 പേര് അങ്ങോട്ട് കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ഒന്നും കൂടെ കാണണം കേട്ടോ. വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ക്ലോഷർ ലോ അല്ലേ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്ന് പറയുന്നത്? എന്താണ് ക്ലോഷർ ലോ? അപ്പൊ ക്ലിയർ ആയില്ല എന്ന് 2 പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു വട്ടം കൂടെ പറയാം, വേഗം പറയാം. ക്ലോഷർ ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 2 ഹോൾ നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഒരു ഹോൾ നമ്പർ ആയിരിക്കും അല്ലെ? 2ഉം 3ഉം കൂടി ആഡ് ചെയ്തു കിട്ടിയ ഉത്തരം എത്രയാ? 5 അല്ലേ? 5 ഒരു ഹോൾ നമ്പർ അല്ലേ? അഖണ്ഡ സംഖ്യ അല്ലേ? ഇനി നിങ്ങൾ 2ഉം 5ഉം കൂടെ ഗുണിച്ചു. 2 ഗുണം 5 എത്രയാ ഉത്തരം കിട്ടിയത്? 10. അതൊരു ഹോൾ നമ്പർ അല്ലേ? 10 ഒരു ഹോൾ നമ്പർ അല്ലേ? ഇനി നിങ്ങൾ 2 നമ്പേഴ്സിന് സബ്സ്ട്രാക്ട് ചെയ്തു. 2 മൈനസ് 3 ഉത്തരം എത്ര കിട്ടിയത്? -1. -1 ഒരു ഹോൾ നമ്പർ ആണോ? അല്ല. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തു. 5 ഒരു ഹോൾ നമ്പർ ആണ്, 2 ഒരു ഹോൾ നമ്പർ ആണ്. ഇത് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. 5 ഡിവൈഡഡ് ബൈ 2 എത്ര ഉത്തരം കിട്ടുന്നത്? 2.5 ആണല്ലേ? ഡെസിമൽ വന്നു, അവിടെ പോയിന്റ് വന്നു. അപ്പൊ അതും ഒരു ഹോൾ നമ്പർ അല്ല. അപ്പൊ ഈ ക്ലോഷർ ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആഡ് 2 ഹോൾ നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്താലും 2 ഹോൾ നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ഉത്തരം ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. പക്ഷേ 2 ഹോൾ നമ്പേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്താലോ 2 ഹോൾ നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്താലോ കിട്ടുന്ന ആൻസർ ഒരു ഹോൾ നമ്പർ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ക്ലോഷർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ക്ലോഷർ ലോ അംഗീകരിക്കുന്നത് ഹോൾ നമ്പേഴ്സിന്റെ അഡീഷനും ഹോൾ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ്. ഹോൾ നമ്പർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഈ ക്ലോഷർ ലോ എന്തല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ ഈ ക്ലോഷർ ലോ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ക്ലിയർ ആവാത്ത ആൾക്കാർ വേഗം ഒന്ന് നമ്മുടെ വീഡിയോ ഇത് കഴിയുമ്പോൾ തന്നെ കാണാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോ കമ്മ്യൂട്ടേറ്റീവ് നിയമത്തിലേക്ക് പോവാം. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്തായിരുന്നു? കമ്മ്യൂട്ടേറ്റീവ് ലോ ഞാൻ ആദ്യം ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അതിന്റെ എന്ത് പറയാം, നിയമം പറയാം. എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുള്ളൂ. നോക്കിയേ നിങ്ങള്. ഞാന് ഇവിടെ ഒരു നമ്പർ എഴുതാൻ പോവാണേ. 5 + 3 എത്രയാണ്? 8 ആണ് അല്ലെ? 5 + 3 8 ആണ്. ഇനി 3 + 5ഉം എത്ര തന്നെയാണ്? 8 തന്നെയാണല്ലേ? അല്ലേ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഈ നമ്പേഴ്സിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. 5 + 3 എന്നുള്ളതും 3 + 5 എന്നുള്ളതും സെയിം അല്ലേ? ഞാൻ നമ്പറുകളുടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന്
ചേഞ്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിന്റെ ഉത്തരം മാറുന്നുണ്ടോ ഇല്ല അല്ലേ? 5ഉം 3ഉം കൂടി കൂട്ടിയാൽ 8 തന്നെയാണ്. 3ഉം 5ഉം കൂടി കൂട്ടിയാലും 8 തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റത്തെ ഒരു എഴുതിയ ഇക്വേഷനിൽ 5 ആണ് ആദ്യം എഴുതിയേക്കണത്. രണ്ടാമത് എഴുതിയതിലോ ഏത് എഴുതിയേക്കണം? 3 ആണ് ആദ്യം എഴുതിയേക്കണത്. പക്ഷെ എങ്ങനെ ഞാൻ എഴുതിയാലും എനിക്ക് കിട്ടിയ ഉത്തരം സെയിം അല്ലേ? 8 അല്ലേ കിട്ടിയത് അല്ലേ? ഇനി ഞാൻ നോക്കി നോക്കട്ടെ. ഞാൻ ഈ രണ്ട് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണേ. നോക്കി നോക്കോളൂ. 3 ഗുണം 6 എത്രയാ? 3 ഗുണം 6 എത്രയാണ്? ഞാൻ നിയമത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിയമത്തിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, 3 ഗുണം 6 എത്രയാണ്? എന്താ അതിന്റെ ആൻസർ വരാത്തെ? വേഗം പറയൂ. 3 times 6 എത്രയാ? 3 times 6 18. കറക്റ്റ്. നവനീത് ആണെന്ന് തോന്നുന്നു കറക്റ്റ് ഫസ്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത്. യെസ്, അതെ. അപ്പൊ ഇതെല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. 18 ആണ്. വെരി ഗുഡ്. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ്. 18 ആണ്. അപ്പൊ ഞാൻ എഴുതി 3 ഗുണം 6 എന്ന് പറയുന്നത് 18 ആണെന്ന് എഴുതി. ഇനി 6 ഗുണം 3 എത്രയാ? 18 തന്നെയാണല്ലേ? ഞാൻ അതിന്റെ ഓർഡർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. എന്നാലും ഉത്തരം ശരിയല്ലേ കിട്ടുന്നേ? അപ്പൊ എനിക്ക് എഴുതാം 6 ഗുണം 3ഉം 3 ഗുണം 6ഉം ഈക്വൽ ആണ് അല്ലേ? നമുക്കിവിടെ 5 പ്ലസ് 3ഉം 3 പ്ലസ് 5ഉം ഈക്വൽ ആണ് എന്ന് കിട്ടിയതുപോലെ തന്നെ 3 ഗുണം 6ഉം 6 ഗുണം 3ഉം ഈക്വൽ ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അതായത് രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യം കിടക്കുന്ന നമ്പറും രണ്ടാമത് കിടക്കുന്ന നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെ രണ്ട് നമ്പറുകൾ, രണ്ട് ഹോൾ നമ്പേഴ്സുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി, ആദ്യത്തെയും രണ്ടാമത്തെയും നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർഡർ മാറ്റി എഴുതി എന്ന് വിചാരിച്ചിട്ട് ഉത്തരത്തില് യാതൊരുവിധ മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി നോക്കിയാൽ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം രണ്ട് നമ്പറുകൾ. ഏതെങ്കിലും രണ്ട് നമ്പർ എടുത്തിട്ട് നമുക്കൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ദാ മുകളിലാണ് ഞാൻ എഴുതണേ. മുകളിൽ നോക്കി നോക്കൂ. 6 മൈനസ് 4 എത്രയാണ്? 6 മൈനസ് 4 എത്രയാണ്? സെയിം ആണോ? സെയിം ആണെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേര്. പക്ഷെ ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, 6 മൈനസ് 3 എത്രയാണ്? 6 മൈനസ് 3 30. ആരാ 30 എന്ന് പറഞ്ഞേക്കണേ? 0 ഇടയ്ക്കേറി വന്നതാണോ? 6 മൈനസ് 4 ആണല്ലേ ഞാൻ ചോദിച്ചു. സോറി. 6 മൈനസ് 4 എത്രയാണ്? 2 ആണ് അല്ലേ? ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് നോക്കിയേ. 6 മൈനസ് 4 2 ആണ്. അത് അറിയാം, നമുക്ക് അറിയണ കാര്യമാണ്. ഇനി 4 മൈനസ് 6 എത്രയാണ്? 4 മൈനസ് 6 ഞാൻ തിരിച്ചിട്ടു. 4 മൈനസ് 6 പറയോ? അപ്പൊ 6 മൈനസ് 4 ചെയ്തപ്പോ 6ൽ നിന്ന് 4 കുറച്ചിട്ട് 2 കിട്ടി. ഇനി 4ൽ നിന്ന് 6 കുറച്ചാലോ? 4ൽ നിന്ന് 6 കുറച്ചാലോ എത്ര ഉത്തരം കിട്ടുന്നത്? 4 മൈനസ് 6. യെസ്, -2. നെഗറ്റീവ് ഇടാൻ മറക്കല്ലേ? നെഗറ്റീവ് ഇടാൻ മറക്കരുത്. -2 ആണ് അല്ലേ? 2ഉം -2ഉം ഒന്നാണോ? ആണോ? 2ഉം -2ഉം ഒന്നാണോ? ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ 6ൽ നിന്ന് 4 കുറച്ചു. ഇനി ഞാൻ ഇതിനിപ്പുറത്തേക്കും ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്തു. എന്നിട്ട് 4ൽ നിന്ന് 6 കുറച്ചു. ഇവിടെ എനിക്ക് 2 ആണ് കിട്ടിയത്. ഇവിടെ എനിക്ക് -2 ആണ് കിട്ടിയത്. 2ഉം -2ഉം ഈക്വൽ അല്ല. രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. വെറുതെ ഒരു നെഗറ്റീവ് വന്നതല്ലേ എന്ന് വിചാരിക്കരുത്. രണ്ടും -2ഉം ആർ എൻറ്റയർലി ഡിഫറെന്റ് നമ്പേഴ്സ്. മനസ്സിലായോ? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് നമ്പറുകളാണ്. രണ്ടും -2ഉം ഈക്വൽ അല്ല. അപ്പോ ഞാൻ ഓർഡർ തിരിച്ചിട്ടപ്പോ സബ്സ്ട്രാക്ഷനിൽ എന്ത് സംഭവിച്ചു? ഉത്തരം മാറി. മനസ്സിലായോ? ആഡ് ചെയ്തപ്പോഴും
മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ഞാൻ ഓർഡർ മാറ്റിയിട്ടപ്പോൾ ഉത്തരത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചില്ല. പക്ഷേ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ ഞാൻ രണ്ട് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം തന്നെ മാറിപ്പോയി അല്ലേ? ആഹാ, ഈ എന്താ ക്ലിയർ ആവാത്തെ? ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ, ശ്രദ്ധിച്ചിരിക്കട്ടോ ക്ലാസ്സിൽ. എന്തായിരുന്നു? രണ്ട് നമ്പറുകൾ തമ്മിൽ, രണ്ട് ഹോൾ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തു. 5 + 3 8ഉം എനിക്ക് കിട്ടി. ഞാൻ ആ 3ന് ആദ്യവും 5ന് രണ്ടാമതും ഇട്ടപ്പോ 3 + 5 വീണ്ടും എനിക്ക് 8 കിട്ടി. ഉത്തരത്തിന് യാതൊരു മാറ്റമില്ല. എപ്പോ മാറ്റില്ല? ഞാൻ നമ്പറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഉത്തരത്തിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഇനി നേരെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. ഞാൻ 3ഉം 6ഉം തമ്മിൽ ഗുണിച്ചു. എത്ര കിട്ടിയത്? 18 കിട്ടി. ഇനി 6ന് ആദ്യം എഴുതി, 3ന് രണ്ടാമത് എഴുതി. 6 × 3 ചെയ്തു. 18 തന്നെയല്ലേ കിട്ടിയത്? ഞാൻ നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റി എന്ന് വിചാരിച്ചു. ആദ്യം കിടക്കുന്നതിന് രണ്ടാമതും രണ്ടാം കിടക്കുന്നതിന് ആദ്യവും ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ഉത്തരത്തിൽ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. എവിടെ? ആഡ് ചെയ്തപ്പോഴും മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും സെയിം സാധനം തന്നെ ഞാൻ എന്ത് ചെയ്തു? സബ്സ്ട്രാക്ഷനിൽ ഒന്ന് ചെയ്തു നോക്കി. അപ്പൊ എന്താ ഉണ്ടായേ? 6ൽ നിന്ന് ഞാൻ 4 കുറച്ചപ്പോ എനിക്ക് ഉത്തരം കിട്ടിയത് 2ഉം. സെയിം അങ്ങോട്ട് ഒന്ന് ഓർഡർ മാറ്റിയിട്ടു. ആദ്യം കിടന്ന 6ന് രണ്ടാമതും 4ന് ആദ്യം ഇട്ടിട്ട് ഓർഡർ മാറ്റിയപ്പോ ഉത്തരം കിട്ടിയത് എന്താണ്? -2 ആണ്. 2ഉം -2ഉം ഈക്വൽ അല്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം? 6 - 4 നോട്ട് ഈക്വൽ ടു, ഇങ്ങനെ ഒരു വെട്ട് ഇവിടെ ഇട്ട ഈക്വൽ ടു അല്ല എന്നാണ് കേട്ടോ അർത്ഥം. നോട്ട് ഈക്വൽ ടു 4 - 6. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ഈക്വൽറ്റി കിട്ടി, ഇത് ഒന്നാമത്തെ. ഇവിടെ നമുക്കൊരു ഈക്വൽറ്റി കിട്ടി, ഇത് രണ്ടാമത്തെ. ഇത് 3. നോക്കൂ, ഇവിടെ നമുക്കൊരു നോട്ട് ഈക്വൽ ടു കിട്ടി. ഈ സംഭവം എന്താ? 3. അപ്പൊ 3 ഡിഫറെന്റ് സെനാരിയോസ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. അഡീഷൻ ചെയ്തു, സബ്സ്ട്രാക്ഷൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഡിവിഷനും കൂടി നമുക്ക് നോക്കാനുണ്ട്. 6 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 6 റൈറ്റ്. നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ എന്താണ് വീണ്ടും മനസ്സിലാവാത്തത്? എളുപ്പത്തിലുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഇത് വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് അയ്യോ ഇത് എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് വിചാരിക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് ഹോൾ നമ്പറിനെ ആഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും ഹോൾ നമ്പർ തന്നെയാണ്. രണ്ട് ഹോൾ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറിനെ മാറ്റിയിട്ടാലും ഹോൾ നമ്പർ തന്നെയാണ്. പക്ഷെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടപ്പോ ഉത്തരം മാറിപ്പോയി. രണ്ടിന്റെയും തമ്മിലുള്ള ഉത്തരം വ്യത്യാസം വന്നു. ഇനി ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. 6 ഡിവൈഡ് ബൈ 3 2ആണ്. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്, 2ആണ്. ഇനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടട്ടെ. ഈ മുകളിലുള്ളതിനെ താഴെയും താഴെയുള്ളതിനെ മുകളിൽ ഇട്ട് നോക്കട്ടെ. ഓർഡർ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് അതല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. 3 ഹരിക്കണം 6 എത്രയാണ്? 3 ഡിവൈഡ് ബൈ 6 എത്രയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടപ്പോ ഉത്തരം എത്ര വരിക? 3 ഹരിക്കണം 6 എത്രയാണ്? വേഗം പറഞ്ഞോളൂ. 6 ഹരിക്കണം 3 2 നിങ്ങൾ പറഞ്ഞു. 3 ഹരിക്കണം 6 ഇപ്പൊ എത്ര വരുന്നത് ആൻസർ? -2. അതെങ്ങനെയാ? 2 തന്നെയാണോ ഉത്തരം? 3 ഡിവൈഡ് ബൈ 6ഉം 6 ഡിവൈഡ് ബൈ 3ഉം 2 തന്നെയാണോ? 0.5 എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള്. ബാക്കി എല്ലാവരും ഉത്തരം എന്താണ്? 2 തന്നെയാണോ? പറയൂ വേഗം പറയൂ. 3.2ഓ? നിങ്ങൾക്കപ്പോ ഈ ഹരിക്കലില് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധ വരാനുണ്ട് കേട്ടോ. ആർക്കാ തലവേദന? തിരക്കാണോ?
എന്നാ കേക്ക് കേട്ടോ, സ്ക്രീനിൽ നോക്കണ്ട വയ്യെങ്കിൽ. ആ ഞാൻ പറഞ്ഞത് 3 ഹരിക്കണം 6 അപ്പൊ നിങ്ങൾക്ക് വലിയ സംഖ്യ മുകളിൽ വന്നാൽ ഹരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ വലിയ സംഖ്യ താഴെ വരുമ്പോ ഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 3 ഹരിക്കണം 6 അരയാണ്, ഹാഫ്. എങ്ങനെ വന്നേ? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഒരു വട്ടം, 6 3 6ൽ 2 വട്ടം, ഹാഫ്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് അര, ഹാഫ് അല്ലെങ്കിൽ 0.5 ആണ്. നിങ്ങൾ ഹരിക്കല് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വലിയ സംഖ്യ താഴെ വരുമ്പോ ഈ ഹരണത്തില് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. നിങ്ങൾ രണ്ടും തന്നെയാണ് ആൻസർ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും. ഓക്കെ, കാലുവേദന ഒക്കെ ഉണ്ടല്ലോ കുറെ ആൾക്കാർക്ക്. മഴയുടെ ആയിരിക്കും കേട്ടോ, തണുപ്പിന്റെ ആയിരിക്കും. മനസ്സിലായോ? 3 ഡിവൈഡഡ് ബൈ 6 നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സാധാരണ ഡിവിഷൻ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. അപ്പൊ നമുക്ക് 0 ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഉത്തരം കിട്ടും. മനസ്സിലായോ? അപ്പൊ 6 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 2ഉം 3 ഡിവൈഡ് ബൈ 6 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അപ്പൊ 3 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ഹാഫുമാണ് ഉത്തരം കിട്ടിയത്. സെയിം ആണോ? സെയിം ആണോ? ഞാൻ ഓർഡർ ചേഞ്ച് ചെയ്തപ്പോ കിട്ടിയ ഉത്തരം സെയിം ആണോ? അല്ല. 6 ഡിവൈഡഡ് ബൈ 3ഉം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് ചേഞ്ച് ചെയ്തപ്പോ ഇട്ട 3 ഡിവൈഡഡ് ബൈ 6ഉം തമ്മിൽ ഒരു ബന്ധവും ഇല്ല. രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? എന്താണ് എല്ലാവർക്കും വയ്യല്ലോ? ബോഡി പെയിൻ, ലെഗ് പെയിൻ, ഹെഡേക്ക്. നന്നായി. സ്കൂളിലൊക്കെ പോണ്ടേ? റെസ്റ്റ് ഒക്കെ എടുക്കുക. മഴയൊക്കെ ആണ്, മഴയൊന്നും കൊള്ളാണ്ട് നടക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ അപ്പൊ എല്ലാവർക്കും? ഇത് രണ്ടും 2 ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 4 റിസൾട്ട് കിട്ടി. 4 ഡിഫറെന്റ് റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ 2 നമ്പറുകളെ ആഡ് ചെയ്യുമ്പോൾ ഓർഡർ തെറ്റി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല, ആൻസർ സെയിം ആയിരിക്കും. ഇവിടെ വന്ന് നോക്കിയേ, 2 നമ്പറുകൾ, 2 ഹോൾ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും, ആദ്യം ഉള്ളതിനെ രണ്ടാമതും രണ്ടാമതുള്ളതിനെ ആദ്യം ഇട്ടാലും ഉത്തരത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല, 18 തന്നെയാണ്. ഇനി സബ്സ്ട്രാക്ഷനിലേക്ക് വരാം. ഓർഡർ മാറിയപ്പോ ആദ്യത്തെ നമ്പർ രണ്ടാമതും രണ്ടാമത്തെ നമ്പർ ആദ്യം ഇട്ടപ്പോ ഉത്തരമേ മാറി, സെയിം അല്ല കിട്ടിയത്. ഡിവിഷനിലോ അത് തന്നെയാണ് സംഭവിച്ചത്. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ കിട്ടിയ ഉത്തരം സെയിം അല്ല. അപ്പൊ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്? ഓർഡർ ഓഫ് നമ്പേഴ്സ് ഇൻ അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ does not change the result. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ മാറ്റിയിടുമ്പോ റിസൾട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. നമ്മുടെ നമ്പറുകളുടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാല് എന്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല? നമ്മുടെ ആൻസർ ചേഞ്ച് ആകാൻ പാടില്ല. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ആ ഒരു ലോ, ആ നിയമത്തിനെ അനുസരിക്കുന്നത് വീണ്ടും ആരൊക്കെയാണ്? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ്. സബ്സ്ട്രാക്ഷനും ഡിവിഷനും ഈ നിയമം അനുസരിക്കുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അഗ്രി ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയോ കമ്മ്യൂട്ടേറ്റീവ് ലോ? എന്താണ് കമ്മ്യൂട്ടേറ്റീവ് നിയമം? 2 നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചേഞ്ച് ചെയ്ത് അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഒക്കെ ചെയ്യുമ്പോഴും ആൻസർ മാറാൻ പാടില്ല. പക്ഷേ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ നിയമം അനുസരിക്കുന്ന നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുള്ളൂ. ഈ സബ്സ്ട്രാക്ഷനും ഡിവിഷനും ഈ നിയമം അനുസരിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വാല്യൂ അവർ കൊണ്ടുവരും. ഓക്കെ, സോ യെസ്, കുറെ പേർക്കൊക്കെ ഇത് എല്ലാവർക്കും വയ്യ. എന്താ അത്? എനിക്കും വയ്യ. എന്റെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് വയ്യാന്ന് തോന്നുന്നുണ്ടോ? നല്ല കോൾഡ് ഉണ്ട്. അതെല്ലാവരും റെസ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, സോ ഇത് ക്ലിയർ ആയോ?
സമയം എനിക്ക് ഇവിടെ അറിയാം. ആരും എനിക്ക് സമയം പറയുന്നില്ല. നോട്ട് ആർക്കാ കിട്ടാത്തത്? ഗ്രൂപ്പിലില്ലേ? ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ. അപ്പൊ ദാ ഇവിടെ കറണ്ട് പോകാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. 8:37 ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു ലോയും കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പൊ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോ കറണ്ട് പോവും. ഓൾമോസ്റ്റ് സമയമായല്ലോ. കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. അപ്പൊ എന്റെ വോയിസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ലോ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് എയും ബിയും വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എയും ബിയും വെച്ചിട്ടല്ലേ നമ്മൾ സാധാരണ എല്ലാ സാധനത്തിനും എക്സാമ്പിൾ പറയാൻ. നോക്കിയേ, എ പ്ലസ് ബിയും ബി പ്ലസ് എയും ഈക്വൽ ആണ്. എ പ്ലസ് ബിയും ബി പ്ലസ് എയും, അതായത് ആദ്യം കിടക്കുന്നതിന് രണ്ടാമതും രണ്ടാമത് കിടക്കുന്നതിന് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. മനസ്സിലായല്ലോ? അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എ പ്ലസ് ബി ഈക്വൽസ് ടു ബി പ്ലസ് എ. അതിന് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കിയേ, എ ടൈംസ് ബി, എ ഗുണിക്കണം ബി ഈക്വൽ ടു ബി ഗുണിക്കണം എ. എയും ബിയും എന്നൊക്കെ പറയുന്നത് ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അതിനാണ് എയും ബിയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, 4 × 6ഉം 6 × 4ഉം ഈക്വൽ ആണ്. പക്ഷെ ഈ നിയമം സബ്സ്ട്രാക്ഷനും പിന്നെ എന്തിനാണ്, ഡിവിഷനും ബാധകമല്ല. മലയാളം ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ഞാൻ എല്ലാവർക്കും കൂടി ഈ നോട്ട് തന്നെയാട്ടോ തരാം. അപ്പൊ മലയാളം മീഡിയംകാർ മലയാളം നോക്കുക, ദെൻ ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷ് നോക്കുക. ഓക്കെ. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് നിയമം അടിപൊളിയായിട്ട് ക്ലിയർ ആയില്ലേ? വേഗം ഇട്ടോളൂ. എന്താ വരേണ്ടത്? ഹാർട്സും തംസ് ഒക്കെ വന്നോളൂ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ? വേഗം വരട്ടെ ഹാർട്സ് ഒക്കെ. ഹലോ ഹലോ, ഹായ് ഹായ്, വേഗം വരട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിക്കണ്ട ചാറ്റ് ബോക്സിൽ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ തമ്മിലുള്ള സംസാരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് വരും. മനസ്സിലായോ? വരുന്നുണ്ട്. ഹാർട്സും തംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. എന്താ എക്സാം? ബഷീർ എക്സാമോ? മലയാളാണോ? ഇത് കഴിഞ്ഞിട്ട് പഠിക്കാട്ടോ നമുക്ക് എക്സാമിനുള്ളതൊക്കെ. യെസ്, ലക്ഷ്മി ഗായത്രി, ഞാൻ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പൊ ഈ ഒരു 92 പേരുടെ ആവേശം എനിക്ക് കമന്റ് ബോക്സിൽ കാണുന്നില്ല. ഇത്ര പോരാ. യൂണിക്കോൺസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ലൈവ് വീഡിയോയുടെ ലൈക്കും അങ്ങോട്ട് അധികം വന്നിട്ടില്ല. 37 ആയിട്ടുള്ളൂ. 92 വ്യൂസ് ഉണ്ട്. വരട്ടെ, റിയാക്ഷൻസ് ഒക്കെ വരട്ടെ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നിങ്ങളുടെ ആ ഒരു മെസ്സേജ് വരുന്ന സ്പീഡ് കണ്ടിട്ട് എനിക്ക് എന്തോ സംശയമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? വേഗം ഇട്ടോളൂ. ഇപ്പൊ കുറെ പേരുണ്ട്, എനിക്കറിയാം. ഞാൻ കുറച്ച് പേരൊക്കെ പേര് വിളിച്ചിട്ടില്ല ഇതുവരെ. അതിന് സോറി. എനിക്ക് കിട്ടുന്ന പേരൊക്കെ ഞാൻ വേഗം വിളിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. കിട്ടിയില്ല നോട്ട്. അപ്പൊ ഗ്രൂപ്പിലില്ലേ നിങ്ങള്? ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നോട്ട്സും പിന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ യൂട്യൂബ് ലിങ്കും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നിയമം പഠിക്കാൻ സമയമുണ്ടോ? 41 ആയി. മാത്സ് എക്സാം ഉണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. പഠിക്കുന്നില്ലേ എല്ലാവരും മാത്സ് എക്സാമിന്? ഇനി നമുക്ക് വരുന്ന ലോ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോ ആണ്. ഇതും നമുക്ക് കുറച്ച് ഒരു ഓർഡറൊക്കെ സംബന്ധിച്ച് വരുന്നത് തന്നെയാണ്. ഗ്രൂപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതും വളരെ എളുപ്പമായിട്ടുള്ള ഒരു ലോ തന്നെയാണ് അസോസിയേറ്റീവ് ലോ. ഓക്കെ. അപ്പോ അത് നമുക്ക് ഇപ്പൊ പറയാനുള്ള സമയം ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയാലും ഇത് കഴിയാനുള്ള സമയം ഇല്ല. യുധി, പേര് വിളിച്ചല്ലോ, ഞാൻ തുടക്കത്തിൽ വിളിച്ചില്ലേ? എന്താണ്, നെറ്റ് ഇല്ല എന്നാണോ പറയുന്നത് നിങ്ങള്? അപ്പൊ ഇനി നമുക്ക് 2 ലോയും കൂടിയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അസോസിയേറ്റീവ് ലോ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. 0യുടെ പ്രോപ്പർട്ടീസ്, പിന്നെ എന്തിന്റെ 1ന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ്.
അത് കഴിഞ്ഞ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ചാപ്റ്റർ പെട്ടെന്ന് തീരും. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഈ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നതും നമുക്ക് എവിടെയാണ് അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ലോ നമ്മളിപ്പോ പഠിച്ചതും എന്തിലൊക്കെയാണ്? അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ നമ്മള് ക്ലോഷർ ലോ പഠിച്ചു, പിന്നെന്താ കമ്മ്യൂട്ടേറ്റീവ് ലോ പഠിച്ചു, പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹോൾ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനിയിപ്പോ ഞാൻ അസോസിയേറ്റീവ് ലോയിലേക്ക് പോകുന്നില്ല, കാരണം ഇത് ഡിസ്കസ് ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത്യാവശ്യം അധികം സമയം വേണ്ടി വരും. 8:43 ആയി. ഇതാ ഇവിടെ ക്ലോക്സ് ടിക്ക് ചെയ്ത് തുടങ്ങി കമന്റ് ബോക്സിൽ. 8:45 വരെയല്ലേ ഉള്ളൂ നമുക്ക് ക്ലാസ്. അതുകൊണ്ട് നമുക്ക് ഈ അസോസിയേറ്റീവ് ലോ തൊട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇന്ന് എടുത്തത് എല്ലാതും പക്കയായിട്ട് ക്ലിയർ ആയെങ്കിൽ വേഗം വരട്ടെ. ശ്രീമോൾ അല്ലേ? ഓക്കെ ശ്രീമോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്റെ വീട് തൃപ്രയാർ ഭാഗത്താണ് കേട്ടോ. തൃശ്ശൂർ എന്നും പറയാൻ പറ്റില്ല, കുറെ ഉള്ളിലാണ്. ഓക്കെ, സോ അപ്പൊ നാളെ എക്സാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുറെ പേര് നന്നായി പഠിക്കുക. അപ്പൊ വേഗം ഹാർട്സ് ഒക്കെ വരട്ടെ, വേഗം വരട്ടെ. 8:44 ആയി. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ക്ലാസ് നിർത്താം. വേഗം വരട്ടെ, ഹാർട്സും തംസും ഒക്കെ വരട്ടെ. എല്ലാവർക്കും എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവര് വേഗം ഒന്ന് ലൈക്കും ചെയ്യാ. പോണ നേരമായപ്പോഴുള്ള വ്യൂസ് ഒക്കെ വരുന്നത്. ഇപ്പൊ പഠിപ്പിക്കാൻ സമയം ഇല്ലാത്തോണ്ടാട്ടോ. നമുക്ക് ഇതും ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഹാർട്സും തംസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനിയും ക്ലിയർ ആവാത്തവരുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വരുമ്പോ നോക്കുക. ഓക്കെ, സോ വേഗം എല്ലാവരും ഓക്കെ. നോട്ട്സിന്റെ കാര്യം ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നോക്കട്ടെ, എല്ലാവരും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പ്രോപ്പർട്ടീസും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.